ഫസ്മീന സാക്കിർ ഡയറിയുടെ എക്സ്പ്ലനേഷൻ എന്നും പറഞ്ഞ് ഇന്നലൊരു വീഡിയോ ഇട്ടിട്ട് അതിലാകെ എക്സ്പ്ലനേഷൻ ചെയ്തേക്കുന്ന ഒറ്റ കാര്യം ജോയിൻറ്റും ജവാനും അടിച്ചു എന്ന കാര്യത്തിൻ്റെ മാത്രമാണ്. വേറെ ഒരു കോപ്പും ഇന്നലെ ആ വീഡിയോയിൽ ഉണ്ടായിട്ടില്ല. പിന്നെ സ്ഥിരം പരിപാടി പോലെ ലല്ലുവിൻ്റെ കുറേ കുറ്റങ്ങൾ, ലല്ലുവിൻ്റെ കുറേ എക്സ്പോസിങ്, ലല്ലുവിൻ്റെ കുറേ ചക്ക, ലല്ലുവിൻ്റെ കുറേ വീഡിയോ, ഇതല്ലാണ്ട് വേറെ ഒരു കോപ്പും ഇന്നലെ ആ വീഡിയോയിൽ അവൾ പറഞ്ഞിട്ടില്ല, പറയണമൊന്നുമില്ല. ഇങ്ങനെ നടന്ന് അവൾ വെല്ലുവിളിച്ചൊരു വ്യക്തിയുണ്ട്, ആനന്ദ് ചേട്ടൻ. അവൾ വിചാരിച്ച് കാണത്തില്ല അവൾ ഇമാതിരി പണി മേടിച്ച് വീട്ടിലിരിക്കുന്നുള്ള കാര്യം. അമ്മാതിരി ആനന്ദ് ചേട്ടൻ അവളെ എക്സ്പോസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. കിട്ടണം. കുറേ കാലം കണ്ടവൻ എക്സ്പോസ് ചെയ്യാൻ നടന്നതല്ലേ, ഇപ്പോൾ സ്വന്തം എക്സ്പോസിങ് അങ്ങ് വന്നപ്പം ഇനി എന്ത് എക്സ്പ്ലനേഷൻ കൊണ്ടുവരും? എൻ്റെ ഒരു കണ്ടകശനി മനസ്സിലാക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. കണ്ടകശനി തുടങ്ങിയിട്ടേ ഉള്ളു മോളെ. അമ്മാതിരി വെല്ലുവിളി ആയിരുന്നല്ലോ നീ അനന്ത് ചേട്ടൻ്റെ അടുത്ത് കൊണ്ട് വിളിച്ചത്. എന്നിട്ട് ഇപ്പം എന്തായി? സ്വന്തം ഫോട്ടോസൊക്കെ പുറത്ത് വന്നു. ട്യൂസ്ഡേ 16 ഡിസംബർ. ഇത് ബേസിക്കലി ഇത് കട്ട് ഷോട്ട് നിങ്ങളിവിടെ വായിച്ചാൽ മതി. കട്ട് ഷോട്ട് ഞാൻ പറയാം. 500 രൂപ ഇവനെ ഞാൻ കൊടുത്തിട്ടാണ് ഇവൻ തൊടുപുഴ, അതും എൻ്റെ നാട്ടിൽ വന്ന് ലോഡ്ജിൽ താമസിക്കുന്ന ഇവനെ ഞാൻ പൈസ കൊടുത്ത് ഇവനവിടെ നിൽക്കുകയാണ്. എന്തിനാണ് അങ്ങനെ നിന്നത്? എന്നോട് ഇഷ്ടമില്ലാത്ത ആൾ, ഞാൻ ചതിച്ചിട്ട് പോയ ആൾ, എന്നോട് സ്നേഹമില്ലാത്ത യുവാവ് എന്തിന് എൻ്റെ നാട്ടിൽ വന്ന് എൻ്റെ ചിലവിൽ നിന്നോടൊന്ന് ഓറി. പിന്നെ നമ്മളെന്തിനായിരുന്നു ബാംഗ്ലൂർ പോയിട്ട് ലല്ലുവിൻ്റെ അടുത്ത് നിന്നേ? അവൻ നിൻ്റെ അടുത്ത് വന്നിട്ട് എന്തിനാണ് നിന്നേ എന്ന് നീ ചോദിക്കുമ്പം അവന് തിരിച്ച് ചോദിക്കാമല്ലോ, നീ എന്തിനാണ് നാറി എൻ്റെ കൂടെ വന്ന് ബാംഗ്ലൂരിൽ നിന്നേന്നുള്ളത്. എന്തുത്തരം പറയും? മൂത്തിട്ടാണെന്ന് പറയോ? സോറിയേ, ഇവളോട് ഇനി ഇത്രയൊക്കെ റെസ്പെക്റ്റ് മതി എന്ന് തോന്നിയത് കൊണ്ടാണ്. ചിലപ്പോൾ എൻ്റെ വായിൽ നിന്ന് വേറെ വല്ലതൊക്കെ വീണെന്നിരിക്കും, ക്ഷമിക്കുക. ഒരു ഹെഡ്ഫോൺ വേണമെങ്കിൽ എടുത്തിട്ടോ. നമുക്ക് ഏറ്റവും ദേഷ്യമുള്ള ആൾക്കാരെ, വെറുപ്പുള്ള ആൾക്കാരെ നമ്മളൊക്കെ ബ്ലോക്ക് ചെയ്ത് പോകേണ്ട സമയം നേരത്തെ കഴിഞ്ഞു. ഇവിടെ ഒരാൾ ഇപ്പോഴും പരസ്പരം മെസ്സേജ് കൊണ്ട് അയച്ചുകൊണ്ട് ഇരിക്കുക. എന്നിട്ട് പുറത്ത് വന്നിട്ട് എക്സ്പോസിങ്, മണ്ണാങ്കട്ട, മാങ്ങാത്തൊലി, കോപ്പ്, ഹോളിപ്പുണ്ടോ കുറച്ചെങ്കിലും? അല്ല, ആ സാധനം ഇല്ലാത്തതുകൊണ്ടാണല്ലോ വീഡിയോയിൽ വന്നിട്ട് ഘോരമായിട്ട് കള്ളം പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അതൊക്കെ പൊളിഞ്ഞ് ഇനി അടുത്ത് എന്തോന്ന് പറയും? ആനന്ദ് ചേട്ടൻ കള്ളനാണ്, ആനന്ദ് ചേട്ടൻ്റെ പേരിൽ കേസ് കൊടുക്കും, ആനന്ദ് ചേട്ടനെ ജയിലിലാക്കും, ഇതൊക്കെയാണോ പറയാൻ പോകുന്നത്? നടക്കട്ടെ. ചാനൽ സ്ട്രൈക്ക് ചെയ്ത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കുറേ കാലമായില്ലേ നോക്കുന്നത്. ഈ അനന്ത് ചേട്ടൻ്റെ താഴെ ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ബോക്സ് വന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? എല്ലാവരും കൂടെ റിപ്പോർട്ട് അടിച്ചിട്ട് ഫസ്മീനയുടെ ഇൻസ്റ്റാഗ്രാം അങ്ങ് പൂട്ടിക്കാതിരിക്കുക. ഫസ്മീനെ നോക്കിക്കോ. 16 ഡിസംബർ അടുത്ത ചാറ്റൊക്കെ ഐ സെൻഡ് ഹിം എ ഡാൻസ് വീഡിയോ. അതായത് ഞാൻ ഇൻസ്റ്റയിൽ ഒരു ഡാൻസ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുൻപേവാന്ന് തോന്നുന്നു. മുൻപേവായാലൊരു നൈറ്റ് ഒരു ഷാഡോ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈസ് ലൈക്ക് ഡാൻസ് കളിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒരു ഹസ്ബൻഡ് മാത്രം മാറിയ പോലെ വൈഫ് ഇവിടെ മനസ്സിലാക്കണം. ഹസ്ബൻഡ് മാറേണ്ട എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഹസ്ബൻഡിനോട് ഡാൻസ് കളിക്കരുതെന്നോ അല്ലെങ്കിൽ റോട്ടിൽ കിടന്ന് തുള്ളിയാലും പ്രശ്നമില്ല ഹസ്ബൻഡ്. പക്ഷെ ഹസ്ബൻഡിനോട് ഞാൻ ആകെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ പെൺപിള്ളേരുടെ കൂടെ പോകാണ്ടിരിക്കുക. ഈ അപ്പുറത്ത് വേറെ പെൺപിള്ളേരുടെ കൂടെ പോവാതിരിക്കുക എന്ന് പറയുമ്പം നമ്മളും വേറെ ആൺപിള്ളേരുടെ കൂടെ പോവാതിരിക്കുക എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് നോക്കണം. ഒക്ടോബർ നവംബറിൽ തന്നെ വേറൊരുത്തൻ്റെ കൂടെ പോയി ജെ ഗിവ്സ് മീ ഡാഷ് എന്ന് പറഞ്ഞ് എഴുതി വെച്ച നീ കൂടുതലിരുന്ന് പ്രസംഗിക്കരുത്. അവനെ എക്സ്പോസിങ് എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട അതേ സമയത്താണ് നീ വേറൊരുത്തൻ്റെ കൂടെ റിലേഷനിൽ ഇരിക്കുന്നത് എന്നും കൂടെ നീ ആലോചിക്കണം. ഇതൊന്നും ഒരിക്കലും പുറത്ത് വരത്തില്ലെന്ന് വിചാരിച്ച് കാണാം. അതുകൊണ്ടായിരിക്കണം വന്നിങ്ങ് വെല്ലുവിളിച്ചത്. പക്ഷേ എന്ത് ചെയ്യാനാ, പുറത്ത് വരേണ്ടതൊക്കെ പുറത്ത് വന്നില്ലേ. ഇനിയിപ്പോൾ എന്തോ എക്സ്പ്ലനേഷൻ പറയും. ഇവളൊരു ഡാൻസ് വീഡിയോയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞില്ലേ, ആ ഡാൻസ് വീഡിയോയുടെ താഴെ ഈ ജലൻ വന്നിട്ട് ഒരു കരയുന്ന ഇമോജി ഇട്ടപ്പം അതിൽ ഇവൾ മൈൻ എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു ലവ് ഇമോജിയും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്തിന്? അവൻ കരയോ വലിക്കോ കഴിക്കോ എന്തേലൊക്കെ ചെയ്യട്ടെ, നീ എന്തിനാ അവിടെ പോയിട്ട് മൈനെന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് അവിടെ ഒരു ലവ് ഇട്ട് കൊടുത്തേക്കുന്നേ? ഒരു ടാറ്റു അടിച്ചിട്ടുണ്ട് റീസെന്റ് ആയിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? ഈ ഒരു വിരലിലായിട്ട് ഇവിടായിട്ട് ഒരു ടാറ്റു, എഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാറ്റു. നിങ്ങൾ എത്ര കാണിച്ചു തരാം. ഇത് ഡിസംബർ 26 ഇട്ട പോസ്റ്റ് ആണ്, വീഡിയോ ആണ്. റിപ്ലൈ ടു സം യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞ അക്ബർ ഖാന്റെ ടിൻഡർ ഇഷ്യൂ വന്ന സമയത്ത് അന്നേരം നോക്കുവാണെങ്കിൽ ഇതാണ്ടേ ഒരു ടാറ്റു നിങ്ങൾക്ക് കാണാൻ പറ്റും. എഫ് എന്ന് പറയുന്ന ഒരു ടാറ്റു ഈ വിരലിലായിട്ട്. പക്ഷേ ആ എഫില് ഒരു ജെ കൂടെ ഉണ്ട്. അതായത് എഫും ജെയും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഒരു ടാറ്റു.
ബാക്കിയുള്ള ആൾക്കാർ എക്സ്പോസ് ചെയ്യാൻ നടന്ന് ഇപ്പം സ്വന്തം കാര്യങ്ങൾ പലതും എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുക. ഈ ടാറ്റു, അതായത് ജലൻ വെറും 20 വയസ്സായ പയ്യനാണ്, എൻ്റെ അനിയനാണ്, അമ്മാവനാണ്, കുഞ്ഞപ്പനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ? ഈ ടാറ്റു സ്റ്റോറി ആയിട്ടിടുന്ന ഫോട്ടോസ്, വീഡിയോസ്, ഇതിനൊക്കെ ഇനി അടുത്ത എക്സ്പ്ലനേഷനായിട്ട് ഇനി ഫസ്മീന വരണം. ഇല്ലെങ്കിൽ നാട്ടുകാർ വലിച്ചു കീറി ഒട്ടിക്കും. അപ്പം ജെ ആരുടെ ജെ? അപ്പം നമുക്ക് ഉറപ്പിക്കാം, ജെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എവിടെ കാമുകനെന്നോ ഫ്ലിങ്ങെന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം ഉറപ്പിക്കാൻ പറ്റത്തില്ല, ഇവരുടെ ഒരു രീതി എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ ഈ കൊണ്ടു കിടക്കുന്ന പയ്യന്മാരുടെയൊക്കെ ചിലപ്പം ടാറ്റു കയ്യിലടിച്ച് വെക്കുമായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ ഒരു കാര്യം പറയാൻ നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ വിചാരിക്കും. നവംബറിലാണ് ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത്. ഇതേ ജിമ്മിലെ ട്രെയിനറാണ് ഈ ജലൻ എന്ന് പറയുന്ന പയ്യൻ. എന്നിട്ട് ഡിസംബർ വരെ റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു എന്നും പറയുന്നത്. എന്നാൽ ഡിസംബർ 20 തുടക്കത്തിലാണ് ഈ ഒരു ടാറ്റു കയ്യിൽ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 20 മുമ്പ് എപ്പോഴും ഇവർ റിലേഷൻഷിപ്പ് ആയിട്ടുണ്ട്. സെയിം ടൈമിൽ തന്നെ അതേ ഡിസംബറിൽ തന്നെ ലല്ലുവിനെ കാണാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊടുപുഴയിൽ ലല്ലുവും വന്ന് കണ്ടിട്ടുണ്ട്. ലല്ലുവായിട്ടും ആ സമയത്ത് കോണ്ടാക്ട് ഉണ്ട്. ഇതെന്തോന്ന് ഇതിട്, അവിടെ ഒരു കോണ്ടാക്ട്, ഇവിടെ ഒരു കോണ്ടാക്ട്, അപ്പുറത്തൊരു കോണ്ടാക്ട്. ഇതിനെ വേറെ വല്ല പേര് വിട്ട് വിളിക്കണം. എന്നിട്ട് ആ വീഡിയോയിൽ അവസാനം കണ്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് റിലേഷൻഷിപ്പ് ഒന്നുമില്ല. ഇതേ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ ആളെ ഫെബ്രുവരി 14 ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ ചെറുക്കനുമായിട്ടുള്ളത്. കഷ്ടോടെ. ടാറ്റൂഡ് ഫോർ എവർ FJ. ഈ ടാറ്റു നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൈസ്? ഈ ടാറ്റു നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കുറച്ചു മുമ്പേ കണ്ട ഈ സെയിം സാധനം അതേ കൈ നമ്മുടെ ജെ ആണ് കൈ പിടിച്ചേക്കുന്നത്. ഇനി അടുത്തത്, ഈ മസില് കണ്ടാ മനസ്സിലാവത്തില്ലയോ ഇത് ആരാണെന്ന്? ഇനി ഞാൻ പറഞ്ഞു തരണോ? കൂടുതൽ ഞാൻ പറഞ്ഞു തരണോ? ഈ മസില് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ? നാണം ഉണ്ടോ നിനക്ക്? 20 വയസ്സ് മാത്രമുള്ള അവൻ്റെ മുന്നേയും കൂടെ ഇങ്ങനെ പറയരുത്. എനിക്ക് 25 വയസ്സുണ്ട് മാങ്ങാത്തോലിയെന്നും പറഞ്ഞ് കഴിഞ്ഞ വീഡിയോയിൽ വന്ന് മെഴുകിയിട്ട് ഇപ്പം ഇത്രയൊക്കെ പുറത്ത് വന്നപ്പോൾ ഓളപ്പുണ്ടെങ്കിൽ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ നീ കൊടുക്ക്. എല്ലോ എക്സ്പോസിങ് മൈ എക്സ് ഹസ്ബൻഡ് എക്സ്പോസിങ് എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നില്ലേ? അപ്പോൾ ആലോചിക്കണമായിരുന്നു എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനൊരു പണി കിട്ടുമെന്നുള്ളത്. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ഓക്കെ, നീ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ഇമാതിരി പണികൾക്കൊന്നും നീ പോവാതിരിക്കുവാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ വരത്തില്ലായിരുന്നു. ഇത് ഇപ്പുറത്ത് വേറെ പണി, അപ്പുറത്ത് വേറെ പണി, ഇപ്പം അവസാനം അടപടലം വേണ്ട, ആ അവസ്ഥയിലായി കാര്യങ്ങൾ. ഇനി എന്തോന്ന് പറയും? നിർത്തി, ഇതോടെ നിർത്തി. ഇവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നുള്ള സംസാരം ഉണ്ടല്ലോ, വെറുത്തുപോയി. ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരും ഇപ്പം അവർക്ക് തന്നെ വെറുത്ത് പോയി കാണും. അമ്മാതിരി തെണ്ടിത്തരമാണ് ഇവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൾ കരഞ്ഞ് മെഴുകി ഒന്ന് സംസാരിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇവളുടെ കയ്യിലാണ് ശരി. കാരണം ഇവളെ പ്രൂഫ് വെച്ചിട്ടായിരുന്നു ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് തന്നെ തോന്നും, ഓ ഇവനൊരു നാറിയായിരുന്നോ, ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളൊരു ആ ഒരു സിമ്പതി ഇവൾ മാക്സിമം യൂസ് ചെയ്തു. എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് വേറെ പണിയെടുത്തു. ഇപ്പം ആ പണി പുറത്ത് വന്നപ്പോൾ ഇവൾ എത്രയും വലിയ ചെറ്റയാണെന്നുള്ളത് മനസ്സിലാവുന്നത്. ശരി, എന്നാൽ അടുത്ത ചെറ്റത്തരമായിട്ട് വീണ്ടും വരിക.